എന്തിനാടാ നീ ഇത് ചെയ്തടാ? എഴുന്നേക്കടാ, എഴുന്നേക്കടാ, എടാ എന്തിനാടാ നീ ഇത് ചെയ്തടാ? എഴുന്നേക്കടാ, എഴുന്നേക്കടാ, എന്തിനാടാ നീ ഇത് ചെയ്തടാ? എഴുന്നേക്കടാ, എന്തിനാടാ നീ ഇത് ചെയ്തടാ? ബാങ്കിൽ അടക്കാൻ വെച്ചിരുന്ന പൈസ ആരണ്ട മോട്ടിക്കൊണ്ട് പോയി. ആരാന്നില്ല അറിയോ? അറിയത്തില്ല. എപ്പോഴായിരുന്നു അറിയും? ഇന്നലത്തെ സംഭവമായിരുന്നു, ഇന്നലെ വൈകുന്നേരത്തെ സംഭവം. എന്റെ വിഷമം കണ്ടോ? കരച്ചില് തോന്നുന്നു. പാവം കൂട്ടുകാരനല്ലേ. ആശുപത്രിയിലേക്ക് ആംബുലൻസ് വരും. ആ കൂട്ടുകാരന്റെ കരച്ചില് കണ്ടോ? എങ്കിലും അവര് രണ്ടുപേരും കൂടെ ഒരുമിച്ച് എന്തോ ചെയ്യോ? ആരെടുത്തോണ്ട് പോയോ? 5 ലക്ഷം രൂപ. അതെ, 1-2 ആണോ? തലക്കിടുത്തി എങ്കിലും ഭയങ്കര കഷ്ടമായി പോയല്ലേ. കഷ്ടം. എല്ലാരും വന്നടാ. എടാ കല്യാണത്തിന് പോട്ടെ നമുക്ക്. എടാ എഴുന്നേറ്റ് പോടാ. എഴുന്നേക്കടാ. എടാ എന്തിനാണോ നീ ഒന്ന് വിളിക്കടാ, എഴുന്നേക്കാൻ പറയടാ. എടാ മോനെ സമയമായതറിഞ്ഞിട്ടല്ലേ? എങ്കിലായി. KALAM 2025 ആകുന്നു മോനെ. ഇനിയെങ്കിലും ഈ കാലൻ വിളി ഒന്ന് നിർത്ത്. പെട്ടി വന്നിട്ടുണ്ട്, അതിൻ്റെ അടുത്ത് വയ്ക്കാം. ഇനി അവരെ വിളിച്ചിട്ട് അപ്പുറത്തെ കാര്യങ്ങൾ ഞാൻ റെഡിയാക്കും. ഓക്കെ. നിന്റെ ബോഡി തീപ്പിക്കാൻ പോവുക, നമുക്ക് പോകണ്ടേ? ശശിയമ്മൻ പറഞ്ഞ് ഫോണൊക്കെ ഗ്രൗണ്ടൊക്കെ ശരി, ഞാനിവിടെ ഉണ്ട്. എന്തിനാടാ ഈ നല്ല ജീവിതം കളഞ്ഞത്? മേളിലെ സ്വർഗവും മറയൊന്നുമില്ല, എല്ലാം ഇവിടെ തന്നെ. അടുത്ത ജന്മം ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവനാ, അത് നീ മനസ്സിലാക്കണം.
ബാങ്കിൽ അടയ്ക്കാൻ വെച്ചിരുന്ന പൈസയാ. ഉം. അതാരോ മോട്ടിച്ചോണ്ട് പോയി. അതുകൊണ്ട് പറ്റിയതാ. എടാ എന്തിനാടാ നീ ഇത് ചെയ്തത്? എടാ എന്തിനാടാ നീ ഇത് ചെയ്തടാ? എടാ എന്തിനാടാ നീ ഇത് ചെയ്തത്? കേട്ടില്ലേ നിന്റെ ചങ്കിന്റെ കരച്ചിൽ? അത് കേൾക്കുമ്പോ എനിക്കും വിഷമം വരുന്നുണ്ട്. അവൻ എൻ്റെ എല്ലാമായിരുന്നു. ഞാൻ എവിടെ പോയാലും അവൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു കാര്യത്തിൽ മാത്രം നിന്നോടൊപ്പം അവൻ വരില്ല. ഇതാ നീ നിന്റെ കുടുംബത്തെക്കുറിച്ച് ചിന്തിച്ചു. ഇതാ എല്ലാവർക്കും ഉണ്ട് ഭാര്യയും മക്കളും. നിങ്ങൾക്കൊരു ചിന്ത കാണും, കാലിന് ഭാര്യയും മക്കളും ഇല്ലെന്ന്. എടാ എനിക്കുണ്ട് ഭാര്യയും മക്കളും. നാളെ ഞാൻ നിന്നെയും കൊണ്ട് പോയിട്ട് എൻ്റെ മകനെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാക്കാൻ പോകേണ്ടതാണ്. അതുകൊണ്ട് പെട്ടെന്ന് ഒരുങ്ങും. എന്താടി കാലി? കാലം തന്നെ. എടി ഞാനൊരുത്തനെ കൊണ്ടുവരാനായിട്ട് വന്നതാ. അത് വരുമ്പോൾ അത് വാങ്ങിച്ചോട്ട് വരണോ? അമൃത് 1 കിലോ, തേൻ 1/2 കിലോ, കുങ്കുമപ്പൂവോ അത് ഒരു 1/4 കിലോ പോരെ? എനിക്ക് അതൊക്കെ കുറച്ച് മതി. ശരി, കുറച്ചില്ലേ, നമുക്ക് ജീവിക്കണ്ടേ? ശരി, ഓക്കെ. ഭാര്യയെ വിളിച്ചത് മോനെ കൊണ്ട് സ്കൂളിലാക്കുന്ന കാര്യം പറയുമായിരുന്നു. ഓടിയെടുക്കാൻ പോകുന്ന ആരെയും കാണാനുണ്ടോ? അയ്യോ എടാ നിന്നെ കൊണ്ടുപോകാൻ പോവാണാടാ. അയ്യോ വായോ, എല്ലാരും വായോ. ദഹിപ്പിക്കാൻ പോവുക പഴയതുപോലുള്ള ഗ്യാസ്. നീ പിന്നെ ഭസ്മമായി തീരും. കൊണ്ടുപോലെ അവരെ കൊണ്ടുപോലെ, കൂട്ടുകാരെ കൊണ്ടുപോലെടാ. വാടാ, നീ എന്തിനാണാ പോകുന്നത്? വാടാ, നീ എന്തിനാണാ പോകുന്നത്? ഒരു കാര്യം എന്നോട് ചെയ്യണം. പറ. ഈ പണം മോഷ്ടിച്ചതാരാണെന്ന് എന്നോട് പറയണം. എനിക്കതൊന്നും അറിയണം. പണം മോഷ്ടിച്ചതാരെന്ന് എനിക്കറിയാം, പക്ഷേ എനിക്കത് പറയാൻ നിയമമില്ല. അങ്ങനെ പറയരുത്, ദയവ് ചെയ്ത് അത് എന്നോട് പറയണം. ഞാൻ നിനക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യാം. രാഹുകാലമാവുമ്പോൾ ചിത്രഗുപ്തനും കൂട്ടരും അമൃതത്തിന് പോവും. അപ്പോൾ അവരുടെ ശ്രദ്ധ ആ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ മാത്രമായിരിക്കും. അല്ലാതെ നിങ്ങളെ കണക്ക് ഭക്ഷണത്തിന് മുന്നിലും മൊബൈൽ കളിക്കില്ല. ഭക്ഷണം എന്ന് പറയുന്നത് പുണ്യമാണ്. അത് മനുഷ്യൻ്റെ ആവശ്യങ്ങളിലൊന്നാണ്. അതിൻ്റെ മുന്നിൽ മൊബൈലോ മറ്റു ചൂതാട്ടങ്ങളോ അരുത്. രാഹുകാലമാകുമ്പോൾ നിനക്ക് ഞാൻ കാണിച്ചു തരും, പൈസ എടുത്തവൻ്റെ വിഷ്വൽ സഹിതം. പൈസ ബാങ്കിൽ കൊണ്ട് അടയ്ക്കണം, ജപ്തി വരും കേട്ടോ. നാളെ നീ വരണം. നമുക്ക് ഒന്നിച്ച് പോയി അടയ്ക്കാം. വരത്തില്ലേ? പിന്നെ ഞാൻ വരാം, നമുക്ക് ഒന്നിച്ച് പോയേക്കാം കേട്ടോ. എത്ര നാളായിട്ട് പൈസക്ക് വേണ്ടി ശ്രമിക്കുന്ന. പിന്നെ എന്തായാലും ഒത്ത് കിട്ടിയത് കാര്യമായി. നാളെ തന്നെ കൊണ്ട് അടയ്ക്കണത്. അതെ. പലിശ എത്ര? 10 രൂപയാവും. 10 രൂപ പലിശയാണോ? 10 അല്ല 11. പലിശ നോക്കണ്ട, കാര്യം ബാങ്കിലെ ആദ്യം അടയ്ക്കേ.
സുഖമാ വിളിക്കുന്നത്. ആ എടുക്ക്, ഫോൺ എടുക്ക്, സംസാരിക്കാം. ഹലോ. പിന്നെ ഞാൻ നിക്കണ ആരാണ്? വീട്ടിൽ നിന്ന് അമ്മയാണ്. ഹലോ, ആ അമ്മ, ആ ആണോ? ആ ആ ഞാൻ വന്നേക്കാം അമ്മ. എടാ വീട്ടിൽ നിന്ന് അമ്മയാണ് വിളിച്ചത്, കുഞ്ഞിന് വയ്യാന്ന്. ആണോ? ഞാൻ അന്നേരം പോയിട്ട് അതിലേ വരാം, നീ അങ്ങോട്ട് പോകും. ഓക്കെ, നീ വന്നേക്കണേ. ആ വന്നേക്കാം വന്നേക്കാം. ഇതാണ് ഭൂമിയിലെ ചില നിർവികെട്ട കൂട്ടുകാർ. അപ്പോൾ പോവുകയല്ലേ? അയ്യോ എന്റെ കൂട്ടുകാരനെ കത്തിക്കല്ലേ ഡാ ഡാ ഡാ, കൂട്ടുകാരനെ കത്തിക്കല്ലേ ഡാ, കത്തിക്കല്ലേ. അയ്യോ ഡാ ഡാ, കത്തിക്കല്ലേ ഡാ ഡാ, പോവാണോടാ പട്ടി.